എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോയും വീഡിയോയും നമുക്ക് എങ്ങനെയാണ് SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോയും വീഡിയോയും നമ്മളൊരു SD കാർഡിലേക്ക് മാറ്റുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ സ്പീഡ് വർദ്ധിക്കുകയും നമ്മുടെ ഫോണിന് വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്പേസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് SD കാർഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും നമുക്ക് ഫോണിൻ്റെ ഗാലറിയിൽ നിന്ന് SD കാർഡിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിലുള്ള ഫോട്ടോയും വീഡിയോയും നമ്മുടെ ഫോണിൽ തന്നെയുള്ള SD കാർഡിലേക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഫോണിൽ തന്നെയുള്ള നമ്മുടെ ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന മൈ ഫയൽസ് എന്നുള്ള ഫയൽ മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇതുപോലുള്ള ഒരു ഫയൽ മാനേജർ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ എൻ്റെ ഫോണിൽ മൈ ഫയൽസ് എന്നുള്ള ഫയൽ മാനേജറാണ് ഉള്ളത്. നിങ്ങളുടെ ഫോണിൽ ഏത് ഫയൽ മാനേജറാണെന്ന് നോക്കുക. ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. എൻ്റെ ഫോണിലെ മൈ ഫയൽസ് എന്നുള്ള ഫയൽ മാനേജർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനൊരു സ്ക്രീനിലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഫയൽസ് എന്നുള്ള ഓപ്ഷന് താഴ്ഭാഗത്തായിട്ട് ഡിവൈസ് സ്റ്റോറേജ്, തൊട്ടപ്പുറത്തായിട്ട് SD കാർഡ് എന്നുള്ള രണ്ട് ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ളത് ഫോണിൻ്റെ മെമ്മറി, SD കാർഡ് എന്നുള്ളത് നമ്മുടെ SD കാർഡിൻ്റെ മെമ്മറിയുമാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഫോണിൻ്റെ സ്റ്റോറേജിലാണ് കിടക്കുന്നത്. നമുക്ക് ഡിവൈസ് സ്റ്റോറേജ് എന്നുള്ള ഫോണിൻ്റെ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ഫോൾഡറുകൾ നമുക്കിവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നത് നമ്മുടെ വാട്സാപ്പിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വാട്സാപ്പിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആ ഫോൾഡറിലുള്ള ഫോട്ടോയും വീഡിയോസും എല്ലാം നമുക്ക് SD കാർഡിലേക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനായിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു ഫോൾഡർ കാണാം. ആ ഒരു ഫോൾഡർ നമുക്കിവിടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ 3 ഫോൾഡർ കാണാവുന്നതാണ്. അതിൽ മീഡിയ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത സ്ക്രീനിൽ വേറെയും കുറേ ഫോൾഡർ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കോം വാട്സാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്സാപ്പ് എന്നുള്ള അടുത്ത ഫോൾഡർ വന്നിട്ടുണ്ട്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അടുത്ത സ്ക്രീനിൽ കുറച്ചുകൂടി ഫോൾഡറുകൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇത് വാട്സാപ്പിൻ്റെ ഫോൾഡറുകളാണ്. നമുക്കിവിടെ മീഡിയ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഓരോ ഫോൾഡറിലുമാണ് നമ്മുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം വാട്സാപ്പ് കൊണ്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫോൾഡറുകൾ ഇവിടെ വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വാട്സാപ്പ് ബാക്കപ്പ്, എക്സ്ക്ലൂഡഡ് സ്റ്റിക്കേഴ്സ്, വാട്സാപ്പ് ഡോക്യുമെൻറ്റ്, വാട്സാപ്പ് ഇമേജ്, വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോ, വാട്സാപ്പ് സ്റ്റിക്കർ പാക്സ്, വാട്സാപ്പ് സ്റ്റിക്കേഴ്സ്, വാട്സാപ്പ് വീഡിയോ, വാട്സാപ്പ് വീഡിയോ നോട്ട്സ്, വാട്സാപ്പ് വോയിസ് നോട്ട്സ്, ഇങ്ങനെ ഒരുപാട് ഫോൾഡറുകൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഹൈഡ് ആക്കി വച്ചിരിക്കുന്ന കുറേ ഫോൾഡറുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് SD കാർഡിലേക്ക് മാറ്റാനുള്ളതായതുകൊണ്ട് നമുക്ക് വാട്സാപ്പ് ഇമേജ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സെൻഡ് ചെയ്തതും നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ ഇമേജുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുറച്ച് ഇമേജുകളൊക്കെ നമുക്ക് SD കാർഡിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ കുറേ ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് മാർക്ക് ചെയ്യപ്പെടുന്നതാണ്, ടിക്ക് മാർക്ക് വരുന്നതാണ്. ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട്
ഒരു ടിക്ക് മാർക്ക് കോളം കാണാവുന്നതാണ്. ആ ഒരു കോളം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് സെലക്ട് ആകുന്നതാണ്. അതിനുശേഷം നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മൂവ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. നമുക്ക് മൂവ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മുടെ ഫോണിൽ നിന്ന് എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ മൂവ് ചെയ്യിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഏറ്റവും താഴ്ഭാഗത്തോട്ടുള്ള മൂവ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ മൂവ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതോടുകൂടി ഇവിടെ ഡിവൈസ് സ്റ്റോറേജ്, SD കാർഡ് എന്നീ 2 ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൽ നമ്മൾ SD കാർഡിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് SD കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഏത് ഫോൾഡറിലേക്കാണ് SD കാർഡിലെ ഏത് ഫോൾഡറിലേക്കാണ് നമുക്കിവിടെ മൂവ് ചെയ്യിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സെലക്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ മൂവീസ് എന്നുള്ള ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ വേറെയും ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യിക്കാം. വേണമെങ്കിൽ ഞാനിവിടെ മൂവീസ് എന്നുള്ള ഫോൾഡറിലേക്ക് മൂവ് ചെയ്യിക്കുകയാണ്. താഴെ മൂവ് ഹിയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പം ആ ഒരു ഫോൾഡറിലേക്ക് ഇവിടെയുള്ള എല്ലാ ഇമേജുകളും പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഇപ്പോൾ empty ആയിരിക്കുകയാണ്. നമ്മളൊന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് വീഡിയോ എന്നുള്ള ഒരു ഫോൾഡറുകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് സെൻഡ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറും കൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിലുള്ള വീഡിയോസൊക്കെയാണ് ഈ കിടക്കുന്നത്. നമുക്ക് ഇമേജസ് എങ്ങനെയാണ് മൂവ് ചെയ്തതുപോലെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വീഡിയോകളെല്ലാം നമുക്കിതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ SD കാർഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ടിക്ക് മാർക്ക് കോളം ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളവും ഒരേ സമയത്ത് മുകളിലായിട്ട് സെലക്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ പ്രസ് ചെയ്തതിന് വഴി എല്ലാ വീഡിയോസും ഒരുപോലെ സെലക്ട് ആകുന്നതാണ്. അതിനുശേഷം നമുക്ക് മൂവ് എന്നുള്ള ഏറ്റവും താഴ്ഭാഗത്തോട്ടുള്ള മൂവ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് SD കാർഡിലേക്ക് മൂവ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. പഴയതുപോലെ തന്നെ നമുക്ക് ഇമേജ് മൂവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഡിവൈസ് സ്റ്റോറേജ്, SD കാർഡ് എന്നിങ്ങനെ വരുന്നതാണ്. നമുക്ക് SD കാർഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യുക. അങ്ങോട്ട് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മൂവ് ചെയ്യിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പം നിങ്ങളിതുപോലെ നിങ്ങളുടെ SD കാർഡിലുള്ള ഫോൾഡറിലേക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഗാലറി കിടക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതേപോലെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കേസാണ്. നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് എല്ലാം ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ്. നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിലെ ഗാലറി കിടക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ SD കാർഡിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ മൂവ് ചെയ്യുന്നതോടുകൂടി സ്റ്റോറേജ് ഫ്രീ ആകുകയും ഫോൺ വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്പേസ് ലഭിക്കുന്നതുമാണ്. അതോടുകൂടി ഫോണിൻ്റെ ഹാങ്ങിങ് പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.